ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ടോ വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അതുവഴി നിങ്ങൾക്കൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. കൂടാതെ നമ്മളുടെ ലൈഫിൽ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും നമ്മൾക്കൊരു ഗൈഡൻസ് എപ്പോഴും വളരെ നല്ലതായിരിക്കും. നമ്മൾ സെൽഫ് ലവ് ചെയ്യുക, മുന്നോട്ട് പോകുക. ഫസ്റ്റ് തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ടവറാണ്. ഒരു വലിയ തകർച്ചയാണ് കാണുന്നത്. നിങ്ങളുടെ ഏതോ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിച്ചു പോയിരിക്കുന്നു. അതായത് ആരുടെയോ ഒരു വിയോഗത്തെ കാണിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ തകർച്ച നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഇനി ഇല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒരു തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ കൊണ്ട് അത് വളരെ ശക്തമായൊരു തകർച്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണുന്നത്. ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഉള്ളൊരു തകർച്ചയാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വളരെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങൾ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ വിയോഗമാവാം. അതല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും പോയിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ യൂണിവേഴ്സൽ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ സ്ട്രെങ്തോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ സ്ട്രെങ്തോടുകൂടി തിരിച്ച് കയറി വരികയും നിങ്ങൾക്ക് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ശക്തരാവുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഹീലിങ്സ്, ഇതിനകത്തുണ്ടായിരിക്കുന്ന ഒരു പെയിനിൽ നിന്നും നിങ്ങൾക്ക് വളരെ നല്ലൊരു ഹീലിംഗ് ഉണ്ടാവുകയും നിങ്ങൾക്ക് സെൽഫായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ്. അപ്പം നിങ്ങൾ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും ചിന്തിക്കേണ്ട. ആ ഒരു തകർച്ച വന്നിരിക്കുന്ന വ്യക്തികൾ ആരായാലും അവർക്ക് അതിനേക്കാൾ ശക്തമായി തന്നെ തിരിച്ച് കയറി വരാൻ സാധിക്കും. അതൊരു വ്യക്തിയിൽ നിന്നാവായാലും ഒരു സാമ്പത്തികമായാലും ഒരു ബിസിനസ് സംബന്ധമാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കച്ചവടം, അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിന്നും തകർച്ചയിൽ സംഭവിച്ച് നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു സ്ട്രെങ്തോടുകൂടി കയറി വരാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യക്തികൾ പുതിയ ഒരു തുടക്കം, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിന് തയ്യാറാകുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തൊരു കാര്യമാവാം. അതല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് കാലം നിങ്ങൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരു സാമ്പത്തികവും കരിയർ സംബന്ധമായൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്ന വ്യക്തികളാവാം. നിങ്ങൾ അത് മനസ്സിന് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവിറ്റികൾ, ഒരുപാട് പേരിൽ നിന്നും നിങ്ങൾക്ക് ഒരു അപമാനം, ഒരു മാറ്റി നിർത്തലൊക്കെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും ഒരു ബ്ലെസ്സിങ്സ്, എന്തോ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് ആ ഒരു സാഹചര്യത്തെ വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനിച്ചു. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം, നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന, ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞൊരു ജോബാവാം. നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത്, ഒരുപാട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടാതെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ശിക്ഷ അനുഭവിച്ച ഒരു ജോലിയായിരിക്കാം. അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഓടിപ്പാഞ്ഞ് നടന്നു കാണും ഈ ഒരു കാര്യത്തിന് വേണ്ടി. അവസാനം നിങ്ങൾ നിരാശയോടുകൂടി അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വീണ്ടും
വീണ്ടും ഒരു തുടക്കം, നിങ്ങൾ പോലും ചിന്തിക്കാത്തതിനേക്കാൾ ശക്തമായൊരു തുടക്കം, അതിനൊരു വളർച്ച, സാമ്പത്തികമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമ്മളോട് കാണിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായി കുട്ടികളാണെങ്കിൽ അവർക്ക് പഠന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കാര്യം അവരിൽ നിന്ന് അവർ ഉപേക്ഷിച്ച് അവർക്കത് കിട്ടാതെ വരികയോ ഓടി നടന്നിട്ട് അത് അവർ ആഗ്രഹിച്ച ടൈമിൽ കിട്ടാതെ വരികയൊക്കെ ചെയ്തെങ്കിൽ അവർക്കതിൽ നിന്നും വീണ്ടും ഒരു ഓപ്ഷൻസ്, അവർക്കൊരു അവസരം ലഭിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് കാണാൻ പറ്റുന്ന. കരിയർ സംബന്ധിച്ചാണേലും നിങ്ങൾക്കൊരു പുതിയ സന്ദേശം, ഒരു ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോയെങ്കിൽ അവിടുന്ന് വീണ്ടും നിങ്ങൾക്കൊരു കോള് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇത് കാണിച്ചു തരുന്നത്. അതുപോലെ തുടക്കം, നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സമർപ്പിതമായ ഒരു തൊഴിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിനി ഏറ്റവും ടോപ്പായൊരു പൊസിഷനിലായിരിക്കും ചെന്നെത്താൻ പോകുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കും, സ്ഥാനം ലഭിക്കും. നിങ്ങൾ അതിനകത്തിന് പവർഫുള്ളായിട്ട്, അതായത് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന അതേ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാനാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ വളരെ നിരാശയോടുകൂടി ഡെത്താക്കി ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. ആ ധനമാണേലും കരിയറാണേലും നഷ്ടപ്പെട്ട ജോബാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസം ആ ഒരു ഭാഗമാണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല ഒരു പൊസിഷനിൽ നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അതുപോലെ കുറേ വ്യക്തികൾ നല്ല സ്ട്രെങ്ത് ആവുന്നുണ്ട് കേട്ടോ, വളരെ ശക്തിയായിട്ട്, നല്ല പവർഫുള്ളായിട്ട്. അതായത് നിങ്ങൾ യാത്ര ചെയ്തത്, നിങ്ങൾ എങ്ങോട്ടേക്കാണോ നിങ്ങളുടേതായ ഒരു മുന്നോട്ട്, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ മുന്നോട്ട് കുതിച്ചത് അവിടെ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ലോസ് സംഭവിച്ചതായി കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി പണം നൽകിയതാവാം, നിങ്ങളുമായിട്ട് നല്ല സ്നേഹബന്ധം, ഒരു സഹോദര ബന്ധം, സുഹൃത്ത് ബന്ധത്തിലൊക്കെ നിങ്ങൾ കുറച്ച് സാമ്പത്തികം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാം. അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ച് ധനം നിക്ഷേപിച്ചവരാവാം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമോ ജോലി സംബന്ധമോ ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ധനനഷ്ടം സംഭവിച്ചവരെയാണ് കാണുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ധനനഷ്ടം നിങ്ങൾക്ക് സ്ട്രെങ്തായിട്ട്, നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കാരണം നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും എല്ലാ വ്യക്തികളെയും വളരെ നല്ലവരായിട്ടും വിശ്വസ്തരായിട്ടുമാണ് കണ്ടിട്ടുള്ളത്. ആരെയും നിങ്ങൾ ഒരിക്കലും അവിശ്വസിക്കുന്നവരല്ല. ആ നിങ്ങൾക്കാണ് ഒരു ചതി സംഭവിച്ചതും അല്ലെങ്കിൽ ഒരു ലോസ് സംഭവിച്ചതും അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തിരിച്ച് നൽകുക എന്നത് യൂണിവേഴ്സിൻ്റെ ഒരു കടമ തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരെയും വിശ്വസിച്ച് നിങ്ങൾ സഹായിക്കുന്നവരും കൂടെ ചേർത്ത് നിർത്തുന്നവരുമായതുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ച് കിട്ടേണ്ടത് നിങ്ങൾ അർഹരാണ് എന്ന് യൂണിവേഴ്സിന് തന്നെ അറിയാം. അത് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത്. തിരിച്ചു വരിക മാത്രമല്ല, അത് നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം ഒരു ആശ്വാസം, അതല്ലെങ്കിൽ ഒരു ഉയർച്ച, സന്തോഷത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അത് വളരെ സന്തോഷത്തിന്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഐക്യവും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്നതിന് കാരണമാകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ദ ഡെവിൾ കാർഡാണ്. നിങ്ങൾ കുറേ വ്യക്തികൾ എവിടെയോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും വ്യക്തിയാലായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലാവാം, അതല്ലെങ്കിൽ നിങ്ങളിൽ എന്തോ നെഗറ്റീവ് എനർജി, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഓപ്പണിങ്ങോ അത് മുന്നോട്ട് മൂവിങ് ചെയ്യാനോ പറ്റാതെ നിങ്ങൾക്കെപ്പോഴും ബ്ലോക്കേജ് സംഭവിക്കുന്ന വ്യക്തികളുണ്ടാവാം. അതായത് നിങ്ങൾ നല്ല സ്കിൽസ് ഉള്ള വ്യക്തികളാണ്, മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും വളരെ നല്ല സത്യസന്ധരും നിഷ്കളങ്കരുമായ കുറച്ച് ആളുകളെയാണ് നമുക്ക് കാണുന്നത്. എല്ലാവരെയും വിശ്വസിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുപോലെ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. ആ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആരിൽ നിന്നോ കിട്ടിയിരിക്കുന്ന ഒരു കണ്ണുദോഷമാവാം, അല്ലെങ്കിൽ നാവ് ദോഷം. നമ്മൾ പറയില്ലേ ചിലരോ അവൻ എന്ന സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പോലെ ഒരു നാവ് ദോഷമാവാം. നിങ്ങൾക്ക് ഏതോ രീതിയിൽ വലിയൊരു ബ്ലോക്കേജ്, ദ ഡെവിളാണ്, നിങ്ങൾ അതിനകത്ത് ബന്ധിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്.
കാണുന്നത്. അതുപോലെ നിങ്ങൾ ഏതോ വ്യക്തിയിൽ, നിങ്ങളുടെ ഫാമിലിയെ വിട്ട് നിങ്ങൾ ഏതോ വ്യക്തിയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കാം മൂവ് ഓൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരവും മനസ്സും മറ്റൊരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടു മറ്റൊരു വ്യക്തിയിൽ സ്റ്റക്കഡായിട്ടാണ് കാണുന്നത്. ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പോകുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് തെറ്റാണെന്നും അത് തെറ്റായ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണെന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാൻ പോകുകയാണ് ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കഴിവുള്ള വ്യക്തികൾ, പല പല കാര്യങ്ങളിൽ ഊർജ്ജസ്വലമായിട്ടൊക്കെ നിന്ന വ്യക്തികൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര നിരാശയും മുൻപോട്ട് പോകാൻ സാധിക്കാതെ നമ്മുടെ മൈൻഡ് തന്നെ ഡൗൺ ആയി നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇനി ഒരു ചേഞ്ചിങ് വരികയാണ്. നിങ്ങൾക്കിനി നിങ്ങളുടെ ആ ഒരു ടൈമിങ് കഴിഞ്ഞു, നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജിൻ്റെ സമയം ഫിനിഷ് ആവുകയാണ്. ഇനി നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങൾ കരിയറിലാണേലും ഏത് സാഹചര്യത്തിലാണേലും അവിടെ ഉള്ള വ്യക്തികളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനോട് കൂടി നല്ലൊരു ടുഗദർനെസ്സോട് കൂടി പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും എന്തായിരുന്നു എനിക്ക് സംഭവിച്ചത്, എവിടെയായിരുന്നു എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്നുള്ള ആ ഒരു ബന്ധനത്തിൻ്റെ കറക്റ്റായ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ് നമുക്കിവിടെ നൽകുന്ന മെസ്സേജ്. നെക്സ്റ്റ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലചക്രം. അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ടൈം, നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട, ഇനി കാലം നോക്കിക്കോളൂ. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇനി യൂണിവേഴ്സൽ ഡിവൈനാണ് തീരുമാനമെടുക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിനി ഫ്രീ ആയിട്ട് ഇരിക്കാം. കാരണം ഇതിനകത്ത് വരുന്നത് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത വ്യക്തികളെയാണ്. അതായത് നിങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നവരായിരുന്നു. അതുപോലെ ജോലി സ്ഥലത്താണെങ്കിലും സാമ്പത്തികമായ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ മറന്ന് നിങ്ങൾ അതിൽ തന്നെ കഷ്ടപ്പെട്ട് ഏകാഗ്രമായിട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റു സന്തോഷങ്ങളും എന്തും നിങ്ങൾക്ക് ചുറ്റും നടന്നാലും അതിലൊന്നും സഹകരിക്കാനോ ആനന്ദിക്കാനോ സന്തോഷിക്കാനോ ഒന്നും സാധിക്കാതെ നിങ്ങളുടെ സാമ്പത്തിക പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ആ ഒരു ഉത്തരവാദിത്തം ഓവർ ഭാരം നിങ്ങൾ ചുമക്കുക എന്നൊക്കെ പറയില്ല. നമ്മൾ കൂടുതൽ ബർഡൻ ജോലി കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഇമോഷണലി വളരെ സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്, ബ്ലെസ്സിങ്സ് ആണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂണിന് നിങ്ങൾക്ക് സമാധാനമായിട്ട് ശാന്തമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് ലവ്, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കെയറിങ് ചെയ്യാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാം. നിങ്ങളുടെ സമയം മാറുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് നേരെയാണ്. നിങ്ങളുടെ ഒരു ക്രൗൺ ചക്രയ്ക്കൊരു ചേഞ്ചിങ് വരുന്നു. നമ്മളുടെ വിധി മാറുന്നു എന്നാണ് നമുക്ക് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറേ വ്യക്തികൾ എന്തോ കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ളവർ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ളവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും തെറ്റാണെങ്കിലും മോശപ്പെട്ടതാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിവ് തന്നിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്ന കുറേ ആളുകൾ. അതായത് നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട് അത് വേണ്ട, അത് തടസ്സപ്പെടുത്തുന്നുണ്ട്, അവർ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ആവാം, നിങ്ങളുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം. നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം വേണ്ട എന്ന് അവർ പല രീതിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ആവുന്ന ഒരു അവസ്ഥയിലും നിങ്ങൾ ആരുമായിട്ട് സഹകരിക്കാതെ ആ ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. നിങ്ങൾക്കത് സ്വയം അതിൽ നിന്നും ഇറങ്ങിപ്പോരാം കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ന്യായമുള്ളതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് തിരിച്ചിറങ്ങിപ്പോകാമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് 10 ഓഫ് സോഴ്സാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിങ് പെയിനൊക്കെയാണ് ഉണ്ടാകുന്നത്. അതൊരു കരിയർ സംബന്ധമായ ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായതോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒക്കെ ആകാം നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ തോന്നിയ ഒരു ആഗ്രഹത്തെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിനെ മൂവ് ഓൺ ചെയ്യാതെ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഹോൾഡിങ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ അതിനെ ഹോൾഡിങ് ചെയ്ത് പിടിക്കുന്നു. ആ ഹോൾഡിങ് ചെയ്ത് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരുപാട് പെയിനും ഫൈറ്റിങ്ങും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊരു കരിയർ സംബന്ധമായി നിങ്ങളുടെ ഒരു ആഗ്രഹമാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള ഒരു പെയിൻ, നിങ്ങൾ അനുഭവിച്ച ഡിപ്രഷനും ആൻസൈറ്റി എല്ലാം ഏകദേശം 10 ഓഫ് സോഴ്സിൽ എത്തി. ഇനി അതിൽ നിന്ന് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സക്സസ്, നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ. 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു. നിങ്ങൾ എന്താണോ കൊടുത്തത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൊടുത്തത് അത് പൈസയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് നമ്മുടെ തൊട്ട് മുകളിൽ സ്ട്രെങ്താണ്, സ്ട്രെങ്തിൻ്റെ അടുത്ത് നമുക്ക് സാമ്പത്തികത്തെയാണ് കണ്ടത്. അപ്പം നിങ്ങൾ കൊടുത്ത ആ ഒരു സാമ്പത്തികം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കത് സ്ട്രെങ്തായി നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നു. നിങ്ങളത് സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് കാണും, ചോദിച്ച് കാണും, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനുവേണ്ടി പോരാടിയിട്ടുണ്ടാവാം. നിങ്ങൾക്കത് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾ ആരെയോ അമിതമായി സ്നേഹിച്ചു, നിങ്ങളെപ്പോലും മാറ്റി നിർത്തി നിങ്ങൾ ഏതോ ഒരു വ്യക്തിക്ക് കൊടുത്ത സ്നേഹം, ആ സ്നേഹം നിങ്ങൾക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് ഇന്ന് തിരിച്ച് കിട്ടുന്നു. ഇന്ന് നിങ്ങളിലേക്ക് ആ വ്യക്തി പൂർണ്ണമായും വന്ന് ചേരുകയാണ്. ഇന്ന് നിങ്ങളിൽ റീയൂണിയൻ സംഭവിക്കുന്നവർക്കൊന്നും ഇനി ഒരിക്കലും ഒരു വേർപാടോ ഒരു അകൽച്ചയോ ഒന്നും സംഭവിക്കുകയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരു സെപ്പറേഷൻ ഇല്ല. നിങ്ങളിലേക്ക് വരുന്ന ആ വ്യക്തി ഇനി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് നമ്മുടെ ഈ റീഡിങ്സിനകത്ത്. അതുകൊണ്ട് കാലം നിങ്ങളോടൊപ്പമാണ് എന്നാണ് നമുക്കിവിടെ കാണുന്ന റീഡിങ്സ്. അതുപോലെ തന്നെ നമുക്ക് ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ഏജായ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മുടക്കം വന്നു പൊയ്ക്കൊണ്ടിരുന്ന കുറേ ആളുകളുടെ ലൈഫിലേക്ക് ഇന്ന് ഒരു തീരുമാനം, നിങ്ങൾക്കൊരു പുതിയ ഒരു സാഹചര്യം വരുന്നു, ഒരു റീബർത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വിവാഹം വളരെ ഒരു സർഗാത്മകതയോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, അതായത് ഒരു പുതിയ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ കാര്യം തുടങ്ങുകയാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത്, ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്കൊരു ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബം ഇനി വരികയാണ്. അതായത് വളരെ തടസ്സമായിരുന്നു, എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നല്ല സ്ട്രെങ്തും ശക്തിയും കഴിവുമൊക്കെയുള്ള പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഐക്യം, പരസ്പര സന്തുഷ്ടതയുള്ളത്, അതായത് എല്ലാ രീതിയിലും വികാരങ്ങളെ എല്ലാ രീതിയിലും നിങ്ങൾ തമ്മിൽ വളരെയധികം കണക്റ്റഡായ വ്യക്തികളെ തമ്മിലാണ് കൂട്ടിച്ചേർക്കുന്നത് എന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ ആ ചെയ്ത ഹാർഡ് വർക്കിന്, നിങ്ങൾ കാത്തിരുന്നതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നു. നിങ്ങളുടെ നന്മയ്ക്കും സത്യസന്ധതയ്ക്കും നീതിക്കും ഒത്ത ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സലിൽ നിന്നും കിട്ടുകയാണെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. നമുക്ക് ഇനി നമ്മുടെ ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എസ് എന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് കാര്യമായിരുന്നു ഒരു ചോദ്യമായിട്ട് കിടന്നത്, അത് നിങ്ങൾക്ക് എസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോണു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങളോട് വളരെ കറക്റ്റായ ദിശ ചൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു ദിശ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. ഇനി
ഇനി ഒരു പുതിയ മാർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ജീവിത സാഹചര്യങ്ങൾ നിവൃത്തിയില്ലാത്തതായി തോന്നിയേക്കാം. നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. ജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കാം. നിങ്ങൾക്കായി ലോകത്ത് മറ്റൊന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ സാഹചര്യം മാറുമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ യൂണിവേഴ്സ് മാർഗനിർദ്ദേശം അനുസരിച്ച് ഇത് നീട്ടിവെക്കുകയാണ്. അതായത് അതിൻ്റേതായ ഒരു സമയമുണ്ട്. നമ്മളിലേക്ക് ഓരോന്ന് വരാൻ അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷകരമായൊരു ഭാവി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.